പാർട്ടിക്ക് നേരെ ഒളിയം പെയ്ത് CPM നേതാവ് PP ദിവ്യ ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരാണ് ഒറ്റിക്കൊടുത്തതെന്ന് നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട PP ദിവ്യ പ്രതികരിച്ചു. വേട്ടയാടപ്പെട്ട നിരപരാധിയാണ് താനെന്ന സൂചന നൽകിയാണ് ദിവ്യയുടെ വീഡിയോ. സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരന്റേതാണെന്നും വീഡിയോയിൽ പറയുന്നു. നമസ്കാരം. ഈസ്റ്റർ ആശംസകൾ. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു. തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ക്രിസ്തുവിനെ ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവർ ഒറ്റിക്കൊടുത്തതുപോലെ താൻ ബലിയാടാക്കപ്പെടുകയായിരുന്നു എന്നുള്ള ധ്വനിയാണോ PP ദിവ്യയുടെ ഈ വീഡിയോ സന്ദേശത്തിലൂടെ വരുന്നത്? രോഹിണി, തന്നെയും യേശുക്രിസ്തുവിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് വീഡിയോ PP ദിവ്യ പുറത്തിറക്കിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കറിയാം ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMൽ നിന്നും അല്ലാതെയും നിരവധി വിമർശനങ്ങൾ PP ദിവ്യ നേരിടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം മറുപടി എന്നോണമാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ ഇത്തരമൊരു വീഡിയോ PP ദിവ്യ പുറത്ത് വിട്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പരോക്ഷമാണ് എന്ന് തോന്നുമെങ്കിലും പരസ്യ വിമർശനം തന്നെയാണ് PP ദിവ്യ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്, ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എന്ന് PP ദിവ്യ പറയുന്നു. തന്നെ കൂടെ നടന്നവർ തന്നെയാണ് ചതിച്ചതെന്നൊരു പരോക്ഷ പ്രതികരണം തന്നെയാണ് ദിവ്യ ഇതിലൂടെ ഉദ്ദേശിച്ചെന്നാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, കൂടാതെ നമുക്കൊരു പതനം ഉണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമുക്കൊരു പാഠമാണ് എന്നും PP ദിവ്യ പറയുന്നുണ്ട്. അതായത് ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദ സമയത്ത് പാർട്ടി തന്നെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല എന്നൊരു ധ്വനി കൂടി ഈ ഒരു പ്രസ്താവനയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല, കാലം സമൂഹത്തിന്റെ അതായത് ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സെന്നും വേട്ടക്കാരൻ്റെ തന്നെയാണെന്ന് PP ദിവ്യ പറയുന്നു. എന്നാൽ ഈ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ഏക വ്യക്തി PP ദിവ്യ മാത്രമാണെന്ന കാര്യം അതേപടി നിലനിൽക്കുന്നുണ്ട്. കാരണം മറ്റൊരാളെ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്തിട്ടില്ല. PP ദിവ്യ മാത്രമാണ് ഏക പ്രതി. അതും ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അവർക്കെതിരെ ചുമത്തുകയും ചെയ്തിട്ടുള്ളത്. രോഹിണി, അതെ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തുവിനോടാണ് ഉപമിക്കുന്നത്. ഒരു യാത്രയയപ്പ് ചടങ്ങിൽ കയറി വന്ന് ഒരു വ്യക്തിയുടെ ADMന്റെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള പ്രസംഗം കാഴ്ചവെച്ചതിന് ശേഷം ഇപ്പോൾ താൻ നിരപരാധിയാണെന്നും ക്രിസ്തുവിന് തുല്യം പുണ്യ മനസ്സാണെന്നും ഒക്കെയാണ് വരുത്തി തീർക്കാനുള്ള ശ്രമം. തീർച്ചയായും രോഹിണി, കാരണം പോലീസിന്റെ കണ്ടെത്തൽ തന്നെ അത്തരത്തിലാണ്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ക്ഷണിക്കാത്ത ഈ ചടങ്ങിലേക്ക് PP ദിവ്യ കടന്നു വരുന്നു. അവിടേക്ക് താൻ ADMനെ അപമാനിക്കുന്ന വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിന്റെ റിപ്പോർട്ടറെ ചുമതലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ ചടങ്ങിന് ശേഷം അപമാനിച്ച സംഭവത്തിന് ശേഷം വീഡിയോ ഈ പ്രാദേശിക റിപ്പോർട്ടർ കയ്യിൽ നിന്ന് വാങ്ങി ആ വീഡിയോ മറ്റ് മാധ്യമങ്ങൾക്ക് അയച്ചു നൽകുന്നു. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണം ADMനെ അപമാനിക്കുന്ന വിഷയത്തിൽ PP ദിവ്യ നടത്തി. ആ അപമാനം തന്നെയാണ് ADMനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ടും ഇപ്പോഴും താൻ നിരപരാധിയാണ്, യേശുക്രിസ്തുവിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കാനുള്ളൊരു ശ്രമം തന്നെയാണ് PP ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.